ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഈ മണ്ടയിൽ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വരാം. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പം എൻ്റെ കുട്ടൻ വണ്ടിക്ക് ഒരു പണിയൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ വണ്ടിയൊക്കെ നേരാക്കിയിട്ട് പുതിയ വണ്ടി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. 10,000 കൊടുത്തിട്ട് നമ്മൾ നേരാക്കിയിട്ടുണ്ട് വണ്ടി. ഇവനിപ്പോൾ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഈ ഒരു സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. അതാണ് ഇവൻ്റെ സങ്കടം. 40-45 പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറയണത്. സർവീസ് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അങ്ങനെയെന്നാണ് അവൻ പറയണത്. മതി, നമുക്ക് എന്താ വേണ്ടത്? സമാധാനം. എനിക്ക് ഇവൻ്റെ കൂടെ ഒട്ടും സമാധാനം കിട്ടാറില്ല. ഇപ്പം എനിക്ക് നല്ല സമാധാനമുണ്ട്. അപ്പോൾ നമ്മൾ കാല് വയ്ക്കാനുള്ള സ്ഥലം ശരിയല്ല, മുട്ടിയെ കണ്ടിട്ട് ഒരു മാതി ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ. എത്താറായിട്ടില്ല, ഏകദേശം എത്തുന്നേ ഉള്ളൂ. മുടിയൊക്കെ കണ്ട ഒരു മാതി. ഇപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞു കേട്ടാ, വണ്ടി ഒന്നും ഇനി ഓഫായി ആവത്തില്ല എന്ന് പറഞ്ഞു കേട്ടാ. പറഞ്ഞ് എന്താ കൂട്ടാ വായി എടുത്തില്ല, വണ്ടി ഓഫായി. ഇത്രയും ഗതി കിട്ടവനായിട്ട് വേറെ ആരുടെ ഉണ്ടാവുക? നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട് എത്താറായിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അവിടെ കുറച്ച് അധികം ദൂരമുള്ള പോലെ എനിക്കൊന്ന് ഫീൽ ആവും. കാരണം ഇന്ന് മെല്ലെ മെല്ലെ പോയതുകൊണ്ടാണോ എനിക്കറിയില്ല. ഗൈസ്, ഞങ്ങളുടെ റോഡ് ഇങ്ങനെ അല്ലെന്നാണ് ഇപ്പോൾ കുട്ടൻ പറയുന്നത് കേട്ടോ. അതെ, പൈതലികളിവിടെ തിരികെ. അങ്ങനെ വാചകടിച്ച് നമ്മളത് ചേച്ചിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി പിന്നെ വെള്ളമൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്തൊക്കെ സംസാരിച്ചു. ഞാൻ അവിടെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പണ്ട് പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ എൻ്റെ ബാഗ് തന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ബാഗ് കാലി ബാഗാണ്. അത് 2 ഡ്രസ്സ് കേട്ടോ ഗൈസ്. 3 ഡ്രസ്സ്. അല്ലാണ്ട് എനിക്ക് തിന്നാനായിട്ടൊന്നും തന്നിട്ടില്ല. അതാണ്, ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിലിരിക്കുന്ന പോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നലെ വാങ്ങിച്ച പുതിയ വണ്ടി കേട്ടോ. മാലയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി അമ്മ, ബൈ. നമുക്കേത് ഗാനം ഗൈസ്, ഞാൻ പാടും, ഇവൻ കേൾക്കും. കിളിപ്പാട്ടു പാടും. ഗൈസ്, ഞാൻ ഇപ്പോൾ പോകുന്നത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഞാൻ കുറേ കാലമായി അവളെ കണ്ടിട്ട്, നമ്മൾ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അവളെ കണ്ടിട്ടുണ്ട്, ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അടുത്ത വീട്ടിലെ കുട്ടിയാണെന്നൊക്കെ ഓർമ്മ. ഞാൻ അവളുടെ വീട്ടിലേക്ക് വന്നിട്ട്, അത് അമ്മ അവളുടെ. ഞാൻ കുറച്ച് നേരം ഇരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന സമയം എടുത്ത് പാറുണ്ട് ചേട്ടാ. കേട്ടല്ലോ ഗൈസ്, ഇവന്റെ മൈൻഡിലുണ്ടായിരുന്നു. ദൈവം സഹായിച്ചത് ഇവന് നല്ല കാശുള്ള വീട്ടിലെ പെണ്ണിനെ കെട്ടണം, സുഖമായിട്ട് ജീവിക്കുക. അവളെ പണിക്ക് വിട്ടിട്ട് നമുക്ക് വീട്ടിലിരിക്കാനും കേട്ടാ. അത് അത്രേ ഉള്ളൂ. അതാണ് അവന്റെ ഭാവി പരിപാടി. പിന്നെ എൻ്റെ അനിയൻ്റെ കുറച്ച് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ പാട്ടൊക്കെ പാടും. പക്ഷെ നിങ്ങൾക്ക് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇതാക്കിയത്. പിന്നെ നമ്മളിങ്ങനെ അങ്ങനെയാണ് കേരളം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി ആയിട്ടുണ്ട്. പിന്നെ അവൻ്റെ വണ്ടിയിൽ ഞാൻ ഇന്ന് കയറിയാലും പെട്രോൾ അടിക്കണം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, സൂര്യമോളെ പെട്രോൾ കഴിയുമെന്ന്. വരുന്ന വഴിക്ക് നീ അടിച്ചില്ലല്ലോ, പെട്രോൾ ഇല്ല എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വണ്ടി വെറുതെ ഓടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവനെ തല്ലിയായിരുന്നു. പിന്നെ അതാ ചടങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്, പെട്രോൾ അടിച്ചിട്ടുണ്ട്. വീഡിയോ താങ്ക് യു.